കഴിഞ്ഞ ഒരാഴ്ചയായി സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. നാളെ 3 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ IMD ഡയറക്ടർ നീത കെ ഗോപാൽ ചേരുന്നുണ്ട്. മഴയുടെയും കാലാവസ്ഥയുടെയും കൂടുതൽ വിവരങ്ങളുമായി. നാളെ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് മഴയുമായി ബന്ധപ്പെട്ട് നാളെ സംസ്ഥാനത്ത് ഉണ്ടാവാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ ഒരു തീവ്ര ന്യൂനമർദ്ദമുണ്ട്. അതായത് വെൽമാർക്ക് ലോ എന്ന് പറയും. അപ്പോൾ ആ സിസ്റ്റം ഇപ്പോൾ ഏകദേശം ഒരു 400 കിലോമീറ്റർ തമിഴ്നാട് തീരത്ത് നിന്ന് 400 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് സ്ഥിതി ചെയ്തത്. അത് ഒരു പടിഞ്ഞാറേക്കാണ് നീങ്ങുന്നത്, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ നോർത്തേൺ കോസ്റ്റ് അല്ലെങ്കിൽ ആന്ധ്രയുടെ തെക്കൻ തീരം ആ പ്രദേശത്തേക്കാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കരയോട് കൂടുതൽ അടുത്ത് വരും തോറും നമുക്ക് കേരളത്തിലേക്ക് മഴ കൂടുതൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മേഘാവൃതമായിട്ടുള്ള ഈ അന്തരീക്ഷവും പല സ്ഥലങ്ങളിലും നേരിയ മഴയോ ചാറ്റൽ മഴയോ ഒക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇത് ആ സിസ്റ്റത്തിൻ്റെ ഇൻഫ്ലുവൻസിലുണ്ടാകുന്നതാണ്. അപ്പോൾ ആ സിസ്റ്റം കുറച്ചുകൂടെ പടിഞ്ഞാറേക്ക് നീങ്ങുമ്പോൾ കേരളത്തിൽ കൂടുതൽ മഴ വരും, പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലകളിൽ. അതുകൊണ്ടാണ് ഈ 3 ജില്ലകളിൽ അതിൻ്റെ മലയോര, അതായത് ഇടുക്കി, മലപ്പുറം, പാലക്കാട്, ഈ 3 ജില്ലകളിലേക്കാണ് നമ്മൾ റെഡ് അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനോട് അടുത്ത് കിടക്കുന്ന ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ കേരളം മുഴുവനും ഇന്നും നാളെയുമായ 2 ദിവസവും മുഴുവൻ എല്ലാ ജില്ലകൾക്കും അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അറബിക്കടലുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ നേരിട്ട് നമുക്കുണ്ടാവുന്നില്ല. പക്ഷേ ഈ ബേയിൽ, അതായത് ബംഗാൾ ഉൾക്കടലിലെ സിസ്റ്റം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ കാണുന്ന മഴയുണ്ടാവുന്നത്. കഴിഞ്ഞ മഴ പെയ്ത ഒരു കാലയളവിൽ തന്നെ ഇടുക്കിയിൽ വെള്ളക്കെട്ടും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, മലവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത്? അപ്പോൾ നമ്മുടെ ഒരു കാലവർഷകാലത്ത് സാമാന്യം നല്ല മഴ എല്ലായിടത്തും കിട്ടിയിരുന്നു. ജലാശയങ്ങളിലും നല്ലപോലെ ജലശേഖരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾക്കിപ്പോൾ ഈ തുലാവർഷ കാലത്ത് നല്ല മഴയും കൂടി കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളുണ്ടായത് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതിതീവ്ര മഴയും അതിനോടനുബന്ധിച്ചുള്ള മിന്നൽ പ്രളയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പല സ്റ്റേഷനുകളിലും കണ്ടത്. അതായത് കോട്ടയത്ത് 2 സ്ഥലങ്ങളിലുണ്ടായി, പിന്നെ ഇടുക്കിയിലുണ്ടായി, പിന്നെ മലപ്പുറത്തുണ്ടായി, എറണാകുളം ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്ത്, അതായത് നമ്മുടെ സിറ്റിക്ക് അവിടെയാണ് ഇതുപോലെയുള്ള അതിതീവ്ര മഴയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് അതിശക്തമായിട്ടുള്ള ഒരു ഇടിമേഘത്തോടിൻ്റെ അനുബന്ധമായിട്ടുണ്ടാകുന്നതാണ് അതിതീവ്ര ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് 10 സെൻറ്റിമീറ്ററിൽ കൂടുതലൊക്കെ മഴ പെയ്യുന്ന ഒരു സമയം. അപ്പോൾ ആ അത്രയും വെള്ളം 10 സെൻറ്റിമീറ്റർ നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്കൊരു 24 മണിക്കൂറിൽ കിട്ടുന്ന ഒരു മഴയാണ് ഈ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ കിട്ടുന്നത്. അപ്പോൾ അത് ഒഴുകിപ്പോവാനോ ഒന്നും ഉള്ളൊരു സാവകാശം കിട്ടുന്നില്ല, അത്ര ശക്തിയിലാണ് ആ മഴ പെയ്യുന്നത്. അതുകൊണ്ടാണ് ലോക്കലൈസ്ഡ് ആയിട്ട് അവിടെ പെട്ടെന്ന് വെള്ളം കെട്ടുണ്ടാകുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അപ്പോൾ ഈ സിസ്റ്റത്തോടനുബന്ധിച്ചുണ്ടാകുന്ന മഴ കുറച്ചുകൂടി ഒരു സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പെയ്യുന്ന ഒരു മഴയാവാനുള്ള സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇടിമിന്നലോ അതുപോലുള്ള ഒരു അനുഭവം, അത് ഇടിമിന്നലോട് കൂടിയുള്ള മഴ ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ പറ്റില്ല. കാരണം തുലാവർഷ കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഇടിയോട് കൂടിയുള്ള മഴയെന്ന് പറയുന്നത്. ഈ നാളെ അപകടകരമായ രീതിയിലായിരിക്കുമോ ഈ ഒരു മഴ ഉണ്ടാവുക? അത് തുടരുമോ? ഒരാഴ്ചത്തേക്ക് ഇത്തരം ഒരു അപകടകരമായ നിലയിൽ മഴ പെയ്യുന്നത് തുടരുമോ? ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ തീവ്ര ന്യൂനമർദ്ദം, അതിതീവ്ര ന്യൂനമർദ്ദം അഥവാ ഡിപ്രഷൻ ആവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോഴേക്കും അത് തമിഴ്നാട് തീരത്തിനടുത്ത് എത്തിയിട്ടുണ്ടാകും. പിന്നെ നമ്മളുടെ കേരളത്തിലെ വടക്കൻ ജില്ലകളിലേക്ക് അതിൻ്റെ സ്വാധീനം കൂടുതലുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി മുതൽ മഴ തുടങ്ങി നാളെയും മഴയുണ്ടാകും. മറ്റന്നാളാകുമ്പോഴേക്കും തെക്കൻ ജില്ലകളിലെ മഴ താരതമ്യേന കുറഞ്ഞ് വടക്കൻ ജില്ലകളിലേക്ക് മാത്രമായിട്ട് ഇതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവാൻ സാധ്യത കാണുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു 2 ദിവസത്തേക്ക് വടക്കൻ ജില്ലകളിൽ മാത്രമായിട്ടായിരിക്കും മഴ. നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. അതിനുശേഷം പിന്നീട് ഒരു ന്യൂനമർദ്ദം കൂടി ഇതിൻ്റെ പുറകെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ തുലാവർഷം തുടങ്ങിയ ദിവസം തൊട്ട് നോക്കുകയാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒന്നുകിൽ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ചക്രവാത ചുഴി, ഇങ്ങനെ എന്തെങ്കിലും ഒരു വെതർ സിസ്റ്റം നമുക്ക് ഉണ്ടായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് തുടർച്ചയായിട്ട് ഇതുപോലെയുള്ള ശക്തിയായ മഴ അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള മഴയുണ്ട്, അതിൽ തന്നെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയൊക്കെ പല സ്ഥലങ്ങളിലും പെയ്യുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ തുലാവർഷ മഴയെക്കാളും ഈ വർഷം കൂടുതലാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ?
ഇപ്പോൾ തുലാവർഷം തുടങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് മഴ കാര്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കാലവർഷകാലവും തുലാവർഷം തുടങ്ങാനുള്ള ഒരു പ്രത്യേകിച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല നമുക്ക്. കാലവർഷകാലത്തിൻ്റെ മഴ അതുപോലെ തന്നെ തുടർച്ചയെന്നോണം പോലെയാണ് തുലാവർഷവും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക വാട്ടർ സ്റ്റോറേജിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ പറയുമല്ലോ. അപ്പോൾ മണ്ണിലേക്ക് അധികം ജലം ആഗിരണം ചെയ്യപ്പെടുന്നില്ല. പെയ്യുന്ന മഴ കൂടുതലും റൺ ഓഫായിട്ട് അല്ലെങ്കിൽ മഴവെള്ളമായിട്ട് ഒഴുകിപ്പോകുന്നു. അത് പലപ്പോഴും ജലസംഭരണികളിലെത്തും, അല്ലാത്തതെല്ലാം ഒഴുകിപ്പോവുകയും ചെയ്യുന്നു. പിന്നെ തുലാവർഷ കാലത്തിൽ ഒക്ടോബറിലാണ് സാധാരണഗതിയിൽ നമുക്ക് മഴ കൂടുതൽ കിട്ടുക. അതൊരു എന്താ പറയുക ഒരു 10-30 വർഷത്തെ ശരാശരി എടുത്തു നോക്കിയാലും ഒക്ടോബർ മാസമാണ് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു മാസം എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ തന്നെ നമുക്ക് തെക്കൻ ജില്ലകളിലാണ് മഴ കിട്ടുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഈ വെതർ സിസ്റ്റംസ് വരുമ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും മഴ കിട്ടുന്നു. അതുകൊണ്ടുകൂടിയാണ് വ്യാപകമായിട്ട് മഴ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സീസണൽ ഫോർകാസ്റ്റിലും ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ മൊത്തം മഴയുടെ ശരാശരി മഴ നോക്കിയാലും കേരളത്തിൽ ശരാശരിയിൽ കൂടുതൽ മഴ കിട്ടാനുള്ളൊരു സാഹചര്യമാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ഒരുപക്ഷെ ഇങ്ങനെയുള്ള വെതർ സിസ്റ്റംസ് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് എടുക്കേണ്ടത്? എന്തൊക്കെ ജാഗ്രത പാലിക്കണം ഈ ഒരു സാഹചര്യത്തിൽ? അത് ഈ മഴ കൂടുതലിന് ഒരു കാരണം എന്ന് പറയുന്നത് എൽനിനോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു വിപരീതം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ലാനിന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെറു കോസ്റ്റിനടുത്തുള്ള പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയിലും തണുത്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത് നമ്മളുടെ തുലാവർഷ കാലത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ തുലാവർഷ കാലത്ത് നമുക്ക് മഴ പൊതുവെ കൂടുതലായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തുലാവർഷ കാലത്ത് ഒരു പക്ഷേ നമുക്ക് മഴ കുറച്ച് കൂടുതൽ കിട്ടാമെന്നുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ തുലാവർഷ കാലത്തിൻ്റെ പ്രത്യേകത ആദ്യം പറഞ്ഞതുപോലെ ഇടിയോടുകൂടി ഉള്ള ശക്തമായ മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇടിമിന്നലിൽ നിന്നുള്ള സുരക്ഷ നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. കാരണം ഇടിമിന്നലിൽ നമുക്കധികം എന്താ ഒരു ലീഡ് ടൈം അല്ലെങ്കിൽ ഒരു നോട്ടീസ് പീരീഡോ റിയാക്ഷൻ ടൈമോ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിമിന്നലിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തക്കതായിട്ടുള്ള നടപടികൾ എടുക്കണം, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. പിന്നെ ഇതുപോലുള്ള മിന്നൽ പ്രളയമോ അതിശക്തമായ മഴയൊക്കെ ഉണ്ടാവുക, മറ്റുള്ള ജാഗ്രത അതൊക്കെ നമുക്കധികം ലീഡ് ടൈം ഇല്ലാതെ വരുന്ന കാര്യങ്ങളാണ്. അല്ല തുടർച്ചയായിട്ടുള്ള മഴയോ അല്ലെങ്കിൽ ഡാമിൽ നിന്ന് വെള്ളം റിലീസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഡ്വൈസറീസോട് കൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് മുൻകരുതൽ എടുക്കാനുള്ള സമയം കിട്ടും. പക്ഷേ ഈ ഇടിമിന്നലോ അല്ലെങ്കിൽ മിന്നൽ പ്രളയമോ ഒക്കെയാണ് അധികം നമുക്ക് റിയാക്ഷൻ ടൈം ഇല്ലാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോക്കൽ നോളജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ താണപ്രദേശങ്ങളിൽ വെള്ളം കയറുക, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂടി നമ്മൾ എന്താ പറയുക മുന്നറിയിപ്പുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത്തരത്തിൽ കഴിഞ്ഞ തുലാവർഷത്തെക്കാളും ഈ വർഷം മഴ കൂടുതൽ ലഭിക്കുമെന്നാണ് IMT ഡയറക്ടറും കൂടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1, തിരുവനന്തപുരം.